സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചതുരത്തെ സംബന്ധിച്ചാണ്. ചതുരത്തിൻ്റെ ചില അടിസ്ഥാന കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഇന്ന് ചതുരം സംബന്ധമായി PSC പരീക്ഷകളിലും കേട്ടറ്റ് പരീക്ഷകളിലുമൊക്കെ വരുന്ന ചില ചോദ്യങ്ങളും അവയുടെ വിശദീകരണങ്ങളുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കൊരു ചോദ്യം നോക്കാം. ഇത് ഒരു PSC പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. ഒരു ചതുരത്തിൻ്റെ നീളം 3 മടങ്ങും വീതി 2 മടങ്ങുമായി വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ പരപ്പളവ് എത്ര മടങ്ങായി വർദ്ധിക്കും? ഒരു ചതുരത്തിൻ്റെ നീളം 3 മടങ്ങും വീതി 2 മടങ്ങുമായി വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ പരപ്പളവ് എത്ര മടങ്ങായി വർദ്ധിക്കും? A 6, B 12, C 3, D 2. എങ്ങനെയാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക? ഇപ്പോൾ നീളം 3 മടങ്ങ് വർദ്ധിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നീളം 5 മടങ്ങ് വർദ്ധിച്ചു, വീതി 4 മടങ്ങ് വർദ്ധിച്ചു എങ്കിൽ അതിൻ്റെ പരപ്പളവ് എത്ര മടങ്ങായിട്ട് വർദ്ധിക്കും? ഇത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിന് ഒരു എളുപ്പ വഴിയുണ്ട്. എന്താണ് ആ എളുപ്പ വഴി? ഒരു ചതുരത്തിൻ്റെ നീളം A മടങ്ങും വീതി B മടങ്ങും വർദ്ധിച്ചാൽ വിസ്തീർണം A × B മടങ്ങ് വർദ്ധിക്കും. അപ്പോൾ നീളം A മടങ്ങ്, അപ്പോൾ ഇവിടെ നീളം നമ്മുടെ ചോദ്യത്തിലേക്ക് നോക്കിയാൽ നീളം 3 മടങ്ങാണ് വർദ്ധിച്ചത്, വീതിയോ 2 മടങ്ങാണ്, 2 മടങ്ങായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ പരപ്പളവ് അഥവാ വിസ്തീർണം എത്ര മടങ്ങായിട്ട് വർദ്ധിക്കും? ഈ 3നെയും 2നെയും ഗുണിച്ച് നോക്കിയാൽ കിട്ടും. 3 × 2 എത്രയാണ്? 6 അല്ലേ? 3 × 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ പരപ്പളവ് 6 മടങ്ങായി വർദ്ധിക്കും. അപ്പോൾ ഏത് ഓപ്ഷനിലാണ് 6 എന്നുള്ളത്? എയിലാണ്. അപ്പോൾ 6 എന്നതാണ് ശരിയായ ഉത്തരം. ഇനി ഇതേപോലുള്ള മറ്റൊരു ചോദ്യം. ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിൻ്റെ നീളവും വീതിയും ഇരട്ടിച്ചാൽ അതിൻ്റെ പരപ്പളവ് എത്ര മടങ്ങാകും? ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിൻ്റെ നീളവും വീതിയും ഇരട്ടിച്ചാൽ അതിൻ്റെ പരപ്പളവ് എത്ര മടങ്ങാകും? A 8, B 3, C 4, D 2. അപ്പോൾ ഇവിടെ വീതി എത്ര മടങ്ങായി മാറിയിരിക്കുന്നു? നീളം എത്ര മടങ്ങായി മാറിയിരിക്കുന്നു? ഇരട്ടിച്ചാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇരട്ടിച്ചാൽ എന്ന് പറഞ്ഞാൽ എത്രയാ? 2 മടങ്ങായി മാറിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ നീളം 2 മടങ്ങായി മാറിയിരിക്കുന്നു, വീതിയും 2 മടങ്ങായി മാറിയിരിക്കുന്നു. അപ്പോൾ 2 × 2 എന്നാണ്. പരപ്പളവ് എത്ര മടങ്ങാകും എന്നറിയാൻ ഈ 2നെയും ഗുണിച്ച് നോക്കിയാൽ മതി. 2 × 2 4, 4 മടങ്ങായി വർദ്ധിക്കും പരപ്പളവ് അഥവാ വിസ്തീർണം. അപ്പോൾ ആൻസർ സി എന്ന ഓപ്ഷനിലാണ്. സിമ്പിളായിട്ട് നമുക്കിത് കണ്ടുപിടിക്കാം. ഇനി ഇതുപോലെ ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. 2018 ജൂൺ മാസം നടന്ന കേട്ടറ്റ് കാറ്റഗറി 1 പരീക്ഷയിലെ ചോദ്യമാണ്. ഒരു ചതുരത്തിൻ്റെ നീളം 10% വർദ്ധിക്കുകയും വീതി 10% കുറയുകയും ചെയ്താൽ ചതുരത്തിൻ്റെ പരപ്പളവിലുണ്ടാകുന്ന മാറ്റം എന്ത്? അപ്പോൾ ചോദ്യം എന്താണ്? ഒരു ചതുരത്തിൻ്റെ നീളം 10% വർദ്ധിക്കുകയും വീതി 10% കുറയുകയും ചെയ്താൽ ചതുരത്തിൻ്റെ പരപ്പളവിലുണ്ടാകുന്ന മാറ്റം എന്ത്? അപ്പോൾ ആദ്യം നമ്മളിവിടെ ഒരു ചതുരം വരച്ചിരിക്കുന്നു. നമുക്കിത് ചെയ്ത് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഒരു ചതുരം വരച്ചിരിക്കുന്നു. ആ ചതുരത്തിൻ്റെ നീളം 100 ആണ്, വീതി 90 ആണ് എന്നും സങ്കല്പിക്കാം. അപ്പോൾ ഈ ചതുരത്തിൻ്റെ വിസ്തീർണം എത്രയായിരിക്കും? നീളം × വീതി. പരപ്പളവ് അഥവാ വിസ്തീർണം ഏരിയ അത് കണ്ടുപിടിക്കാൻ നീളം × വീതി എന്നാണല്ലോ. അപ്പം 100നെയും 90നെയും നമ്മൾ പരസ്പരം ഗുണിച്ചാൽ എത്ര കിട്ടും? 9000 എന്ന് കിട്ടും. 9000. യെസ്, അത് മനസ്സിലായല്ലോ. നീളം × വീതി. ഇനി നമ്മൾ ഈ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ചെയ്തു നോക്കാം. ചതുരത്തിൻ്റെ നീളം 10% വർദ്ധിക്കുക. നീളം 10% വർദ്ധിച്ചാൽ 100ൻ്റെ 10% എത്രയാണ്? 100ൻ്റെ 10% 10 തന്നെയാണ്. അപ്പോൾ അതിനെ കൂടി കൂട്ടാണ്. അപ്പോൾ 110. അപ്പോൾ 10% വർദ്ധിച്ചു. വീതി എന്താ സംഭവം? വീതി 10% കുറയാണ് ചെയ്തിരിക്കുന്നത്.
90ൻ്റെ 10% എത്രയാണ്? 9 ആണ്. അപ്പോൾ 9 കുറച്ച് ബാക്കി 81 മാറ്റി അതിനെ. ഇപ്പോൾ അതിൻ്റെ വിസ്തീർണത്തിൽ എത്ര മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നാണ് ചോദ്യത്തിലുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. എങ്ങനെയാണ് പുതിയ വിസ്തീർണം കണ്ടെത്തുക? 110 × 81. അപ്പോൾ 1 0 0 1 1 1 1 8 0 0 8 1 8 8 1 8. ഇതിനെ കൂട്ടി നോക്കാം. 0 1 8 1 9 8. അപ്പോൾ 8910 എന്നാണ് കിട്ടിയത്. പുതിയ അളവ് പ്രകാരം 8910 വിസ്തീർണം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 9000 8910 പരസ്പരം കുറച്ചാൽ എത്ര കിട്ടും? 90ൻ്റെ വ്യത്യാസമാണ് അവ തമ്മിലുള്ളത്. അപ്പോൾ ഈ 90 എന്നത് 9000ൻ്റെ എത്ര ശതമാനമാണ്? 9000ൻ്റെ 10% 900 ആണ്. 900ൻ്റെ 10% 90. അഥവാ 9000ൻ്റെ 1% 90 എന്ന് പറയുന്നത്. അപ്പോൾ 1% കുറവ് സംഭവിച്ചിരിക്കുന്നു അല്ലേ? ഇവിടെ കുറവല്ലേ സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ 1% കുറയും. പരപ്പളവ് 1% കുറയും എന്നതാണ് ഉത്തരം. ഇനി 2018 ജൂണിൽ തന്നെ നടന്നിട്ടുള്ള കേട്ടറ്റ് കാറ്റഗറി 2 പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. നേരത്തെ നമ്മൾ കാറ്റഗറി 1ലെ ചോദ്യമാണ് പറഞ്ഞത്. ഒരു ചതുരത്തിന്റെ വീതി 10% വർദ്ധിപ്പിക്കുകയും നീളം 10% കുറയ്ക്കുകയും ചെയ്താൽ പരപ്പളവിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നേരത്തെ കാറ്റഗറി 1ൽ കണ്ട ചോദ്യത്തിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ട്. ഇവിടെ വർദ്ധിപ്പിക്കുന്നത് വീതിയാണ്, കുറക്കുന്നത് നീളമാണ്. രണ്ടും 10% മാറ്റം വരുത്തുന്നത്. 10% വർദ്ധിപ്പിക്കുന്നു, വീതി നീളം 10% കുറക്കുന്നു. അപ്പോൾ പരപ്പളവിന് എന്ത് മാറ്റം വരും? അപ്പോൾ നീളം വർദ്ധിപ്പിച്ചാൽ ഉണ്ടാകുന്ന മാറ്റം നമ്മൾ കണ്ടു. ഇവിടെ വീതി വർദ്ധിപ്പിച്ച് നീളം കുറച്ചാൽ അതേ സംഗതി തന്നെയാണോ വരിക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെത് 100 നീളം 100 വീതി 90 എന്ന് നമ്മൾ സങ്കല്പിക്കാം. അപ്പോൾ എത്ര ആയിരിക്കും അതിൻ്റെ വിസ്തീർണം? 9000 ആയിരിക്കും. അത് നമുക്കറിയാം. ഇനിയിപ്പോൾ നമ്മൾ വീതി 10% വർദ്ധിപ്പിക്കുകയാണ്. വീതി എത്രയാണ്? 90. 90ൻ്റെ 10% 9. അപ്പോൾ ഇത് നമ്മൾ 99 വീതി 99 നീളം 10% കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 100ൻ്റെ 10% എത്രയാണ്? 10. അപ്പോൾ 10% കുറച്ചാൽ 90 ആയി. അപ്പോൾ പുതിയ വിസ്തീർണം കിട്ടാൻ വേണ്ടിയിട്ട് 90നെയും 99നെയും നമ്മൾ ഗുണിക്കണം. 99 × 90 0 0 9 9 81 ബാക്കി 8. 9 9 81 8 89. അപ്പോൾ എത്ര കിട്ടി? 8910 എന്ന് കിട്ടി. അപ്പോൾ 8910. അപ്പോൾ ഇതിനെ കുറച്ചാൽ 90. 90ൻ്റെ വ്യത്യാസമാണ് അവ തമ്മിലുള്ളത്. അപ്പോൾ 9000ൻ്റെ 1% 90. നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതേ ഉത്തരം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ 1% പരപ്പളവിൽ കുറവ് വരുന്നു. അപ്പോൾ സി എന്ന ഓപ്ഷനാണ് ശരി. ഇനി 2014 സെപ്റ്റംബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 1 പരീക്ഷയിലെ ചോദ്യമാണ്. ഒരു ചതുരത്തിന്റെ ഓരോ വശവും 20% വീതം വർദ്ധിപ്പിച്ചാൽ ചതുരത്തിന്റെ പരപ്പളവിൽ എത്ര ശതമാനം വർധനവുണ്ടാകും? ഇപ്പോൾ കഴിഞ്ഞ ചോദ്യങ്ങളിൽ നമ്മൾ കണ്ടത് വീതി 10% വർദ്ധിപ്പിക്കുന്നു, നീളം 10% കുറക്കുന്നു, അല്ലെങ്കിൽ നീളം 10% വർദ്ധിപ്പിക്കുന്നു, വീതി കുറക്കുന്നു. ഇങ്ങനെയായിരുന്നു കണ്ടത്. ഒന്ന് കുറക്കുന്നു, മറ്റത് കൂട്ടുന്നു. പക്ഷേ ഇവിടെ രണ്ടും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ വശവും 20% വീതം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പരപ്പളവിൽ എത്ര ശതമാനം വർധനവുണ്ടാവും? അപ്പോൾ എത്ര ശതമാനമാണ് വർദ്ധിക്കുന്നത് എന്നാണ് ചോദ്യം. നോക്കാം. നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഇവിടെ
നീളം 100 എന്ന് സങ്കല്പിക്കാം, വീതി 90 എന്ന് സങ്കല്പിക്കാം. എങ്കിൽ ഈ ചതുരത്തിൻ്റെ പരപ്പളവ് അഥവാ വിസ്തീർണം എത്രയായിരിക്കും? ഇവ രണ്ടിനെയും പരസ്പരം ഗുണിച്ചാൽ കിട്ടുന്നത് അഥവാ 9000 ആയിരിക്കും. യെസ്. ഇനി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മാറ്റം ഇതിൽ വരുത്തുകയാണ്. 20% വീതം ഓരോ വശവും വർദ്ധിക്കുകയാണ്. അപ്പോൾ 100ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 20 അപ്പോൾ ഇത് 120 ആവും. 90ൻ്റെ 20% എത്രയാണ്? 90ൻ്റെ 10% 9 20% 18 അപ്പോൾ 90നോട് 18 കൂട്ടിയാൽ 108 അപ്പോൾ നമ്മൾ അളവ് വർദ്ധിപ്പിച്ചു. അപ്പോൾ പുതിയ വിസ്തീർണം എത്രയാണ്? പുതിയ പരപ്പളവ് എത്രയായിരിക്കും? അപ്പോൾ ഈ 120നെയും 108നെയും ഗുണിച്ചാൽ മതി, അഥവാ നീളം ഇൻറ്റു വീതി അല്ലേ? ഗുണിച്ച് നോക്കാം. 8 0 0 8 2 16 ബാക്കി 1 8 1 8 1 9 0 ഇൻറ്റു 0 0 0 0 ഒരു 0 0 ഒരു 2 2 ഒരു 1 1. ഇത് നമുക്ക് ചെയ്ത് നോക്കാം. 0 6 9 2 1 12960 12960 എന്ന് പുതിയ വിസ്തീർണം, പുതിയ പരപ്പളവ് നമുക്ക് കിട്ടിയിരിക്കുന്നു. അപ്പോൾ പരപ്പളവ് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര വർദ്ധിച്ചിരിക്കുന്നു? അപ്പോൾ ഇത് രണ്ടിനെയും നമ്മൾ പരസ്പരം കുറച്ചാൽ നമുക്ക് 3960 എന്നാണ് കിട്ടുക. അപ്പോൾ ഇതിങ്ങനെ കുറക്കണമെങ്കിൽ നമ്മൾ 12960 മുകളിൽ എഴുതിയിട്ടാണ് ചെയ്യുക. അപ്പോൾ 3960 എന്നാണ് നമുക്ക് കിട്ടുക. അത്രയും വർധനവ് ഉണ്ടായിരിക്കുന്നു. പക്ഷേ ചോദ്യം അതല്ല, എത്ര വർദ്ധിച്ചു എന്നല്ല, എത്ര ശതമാനം വർധനവ് ഉണ്ടായിരിക്കുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ 3960 9000ൻ്റെ എത്ര ശതമാനമാണ് എന്ന് കണ്ടെത്തണം. അപ്പോൾ ശതമാനം എന്നത് ഇവിടെ ആവശ്യമായി വന്നിരിക്കുകയാണ്. അതെങ്ങനെ കണ്ടെത്തുക? 9000ൻ്റെ എത്ര ശതമാനമാണ്, അതാണ് x/100, എത്ര ശതമാനമാണ് 3960. ഇത് ചെയ്താൽ അത് കിട്ടും. അപ്പോൾ ഈ x നമ്മൾ കണ്ടുപിടിക്കണം. അതിന് x = 3960 ഇൻറ്റു 100/9000. ഇത് ചെയ്താൽ അത് കിട്ടും. അപ്പോൾ നമുക്ക് ഈ 0ത്തെയും ഈ 0ത്തെയും വെട്ടാം, ഈ 0ത്തെയും ഈ 0ത്തെയും വെട്ടാം, ഈ 0ത്തെയും ഈ 0ത്തെയും വെട്ടാം. അപ്പോൾ 396നെ 9 കൊണ്ട് ഹരിക്കാം. ഹരിച്ചാൽ എത്ര കിട്ടും? ഇവിടെ ഇനി സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനത് ചുരുക്കി ചെയ്യാണ്. 396നെ 9 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 44 എന്നാണ് കിട്ടുക. അത് നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കൂ. അപ്പോൾ 44 എന്നത് ഏത് ഓപ്ഷനിലാണ് ഉള്ളത്? സി എന്ന ഓപ്ഷനിലാണുള്ളത്. അപ്പോൾ ഓരോ വശവും 20% വീതം വർദ്ധിപ്പിച്ചാൽ പരപ്പളവിൽ 44% വർധനവ് ഉണ്ടാകും. സി എന്ന ഓപ്ഷനാണ് ഉത്തരം. ഇനി 2013 സെപ്റ്റംബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 2 പരീക്ഷയിലെ ചോദ്യമാണ്. ഒരു ചതുരത്തിന്റെ നീളം 25% വർദ്ധിപ്പിച്ചാൽ പരപ്പളവിൽ വ്യത്യാസം വരാതിരിക്കാൻ വീതി എത്ര ശതമാനം കുറക്കണം? ഒന്നുകൂടി നോക്കാം. ഒരു ചതുരത്തിന്റെ നീളം 25% വർദ്ധിപ്പിച്ചാൽ പരപ്പളവിൽ വ്യത്യാസം വരാതിരിക്കാൻ വീതി എത്ര ശതമാനം കുറക്കണം? എ 12%, ബി 20%, സി 25%, ഡി 50%. അപ്പോൾ എങ്ങനെ കണ്ടെത്തും? നമ്മൾ ഈ പ്രയോഗിച്ച അതേ ട്രിക്ക് പ്രയോഗിക്കുക. അപ്പോൾ ഇത് 100 എന്ന് നമ്മൾ സങ്കല്പിക്കുക. നീളം, വീതി 90. അപ്പോൾ അതിൻ്റെ വിസ്തീർണം എത്രയായിരിക്കും? 100 × 90 എന്ന് പറഞ്ഞാൽ 9000 ആയിരിക്കും. യെസ്, ഇത് നമുക്കറിയാം. പിന്നെയാണ് നമ്മൾ വർദ്ധിപ്പിക്കുന്നത്. നീളം 25% വർദ്ധിപ്പിക്കാൻ. 100ൻ്റെ 25% എത്രയാണ്? 25. അപ്പോൾ ഇത് 125 ആക്കി നമ്മൾ. യെസ്, അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ
വർദ്ധിപ്പിച്ചതിന് ശേഷവും വിസ്തീർണം 9000 തന്നെ ആയിരിക്കണം. അപ്പോൾ ഇവിടത്തെ വീതി എത്രയായിരിക്കണം? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ വീതി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു സൂത്രവാക്യം പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? വിസ്തീർണം ബൈ നീളം. ഇത് നമ്മൾ തുടക്കത്തിലേ പഠിച്ച ഒരു കാര്യമാണ്. വിസ്തീർണം 9000, നീളം പുതിയ നീളം എഴുതി വെക്കുക 125. ഇത് ചെയ്താൽ നമുക്ക് പുതിയ വീതി കിട്ടും. അതെത്രയാണ്? ഇത് ചെയ്താൽ നമുക്ക് 72 എന്നാണ് കിട്ടുക. 72. അപ്പോൾ ഉത്തരമായിട്ടില്ല. വീതി 72 ആണ് എന്ന്, പുതിയ വീതി 72 ആയിരിക്കും എന്ന് നമുക്ക് കിട്ടി. അഥവാ 72 ആവണം. അപ്പോൾ 90-ൽ നിന്ന് 72 ആവുമ്പോൾ എത്ര ശതമാനത്തിൻ്റെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്? 90-ൽ നിന്ന് 90-ന്റെ 10% എത്ര? 9. അത് കുറഞ്ഞാൽ 81 ആയിരിക്കും. 20% എന്ന് പറയുമ്പോൾ 18 കുറഞ്ഞാൽ 72 കിട്ടും. അപ്പോൾ 72ഉം 18ഉം ആണല്ലോ 90. അപ്പോൾ 20% കുറവാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. 20% എന്ന് ബി എന്ന ഓപ്ഷനിൽ കാണാം. അപ്പോൾ ബി എന്ന ഓപ്ഷൻ 20% എന്നതാണ് ശരിയായ ഉത്തരം. ഇനി നമുക്ക് ചതുരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മത്സര പരീക്ഷകളിൽ വരാറുള്ള മറ്റൊരു തരം ചോദ്യം നോക്കാം. 15 മീറ്റർ നീളവും 12 മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു തോട്ടത്തിന് ചുറ്റും വെളിയിലായി 2 മീറ്റർ വീതിയുള്ള ഒരു പാതയുണ്ട്. പാതയുടെ വിസ്തീർണം എത്രയാണ്? 15 മീറ്റർ നീളവും 12 മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു തോട്ടത്തിന് ചുറ്റും വെളിയിലായി 2 മീറ്റർ വീതിയുള്ള ഒരു പാതയുണ്ട്. പാതയുടെ വിസ്തീർണം എത്ര? അപ്പോൾ ഈ ചോദ്യത്തിൽ പറഞ്ഞ കാര്യം ഞാനൊരു ചിത്രമായി ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു തോട്ടമുണ്ട്, ചതുരാകൃതിയിലുള്ള ഒരു തോട്ടം. ആ തോട്ടത്തിൻ്റെ നീളം എത്രയാണ്? 15 ആണ്. വീതി എത്രയാണ്? 12 ആണ്. ഓക്കെ. അതിന് ചുറ്റും ഒരു പാതയുണ്ട്. ആ പാതയുടെ വീതി എത്രയാണ്? 2 മീറ്ററാണ്. അപ്പോൾ എന്താണ് ചോദ്യത്തിൽ പറയുന്നത്? ഈ പാതയുടെ വിസ്തീർണം എത്രയാണ്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ പാതയുടെ, ഈ വഴിയുടെ, തോട്ടത്തിന് ചുറ്റുള്ള ഈ വഴിയുടെ വിസ്തീർണം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഈ ചിത്രത്തിലേക്ക് ഒന്നുകൂടി നോക്കുക. ഇത് 2 ചതുരങ്ങളല്ലേ? ഒരു ചെറിയ ചതുരം, പിന്നെ അതിന് ചുറ്റും ഒരു വലിയ ചതുരം. അപ്പോൾ നമ്മൾ ആദ്യം ഈ ചെറിയ ചതുരത്തിൻ്റെ വിസ്തീർണം കാണാം, പിന്നെ വലിയ ചതുരത്തിൻ്റെ വിസ്തീർണം കാണാം. ആ വലിയ ചതുരത്തിൻ്റെ വിസ്തീർണത്തിൽ നിന്ന് ചെറിയ ചതുരത്തിൻ്റെ വിസ്തീർണം കുറച്ചാൽ നമുക്ക് ഈ പാതയുടെ വിസ്തീർണം കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. ആദ്യം നമുക്ക് ചെറിയ ചതുരത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാം. അപ്പോൾ ആ ചതുരത്തിൻ്റെ വിസ്തീർണം കാണാൻ നീളത്തെ വീതി കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നീളം 15 ആണ്, വീതി 12 ആണ്. യെസ്, അതിനെ ഗുണിച്ചാൽ എത്ര കിട്ടും? 2 5 10, ബാക്കി 1, 2 1 2 1 3, 1 5 5, 1 1 1, 0 8 1. അപ്പോൾ ചെറിയ ചതുരത്തിൻ്റെ വിസ്തീർണം 180 ആണ്. അഥവാ തോട്ടത്തിൻ്റെ വിസ്തീർണം 180 മീറ്റർ ആണ് എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വലിയ ചതുരത്തിൻ്റെ വിസ്തീർണം കാണണം. വലിയ ചതുരത്തിന് ചെറിയ ചതുരത്തേക്കാൾ നീളമുണ്ടല്ലോ. എത്രമാത്രം നീളമുണ്ട്? എത്ര നീളമുണ്ട്? ഇവിടെ ഇങ്ങനെ വർദ്ധിച്ചിരിക്കുന്നു, ഇത്ര ഏറെയുണ്ട്. അപ്പോൾ ഇതെത്രയാണ്? ഇത് ഈ 2 മീറ്റർ ആണ്. അതുപോലെ ആ 2 മീറ്റർ ഇവിടെയും കൂടിയിട്ടുണ്ട്. യെസ്, 2 2. അപ്പോൾ 15നോട് 2ഉം 2ഉം കൂട്ടണം. 15നോട് അപ്പോൾ 4 കൂട്ടണം. അപ്പോൾ എത്ര ഉണ്ടാവും? 15നോട് 4 കൂട്ടിയാൽ വലിയ ചതുരത്തിൻ്റെ നീളം 19 ആണ് എന്ന് നമുക്ക് കിട്ടി. അതുപോലെ ചെറിയ ചതുരത്തിൻ്റെ വീതി എത്രയാണ്? 12 ആണ്. എന്നാൽ വലിയ ചതുരത്തിൻ്റെ വീതിയോ? ഇവിടെ വർധനവുണ്ടല്ലോ. അതെത്രയായിരിക്കും? അത് ആ വഴിയുടെ വീതിയാണ് 2 മീറ്റർ ആണ്. ഇവിടെയും ഉണ്ടല്ലോ. യെസ്, അതെത്ര മീറ്ററാണ്?
അത് ഈ വഴിയുടെ വീതിയാണ് 2 മീറ്ററാണ്. അപ്പോൾ 12നോട് 2ഉം 2ഉം അഥവാ 4 കൂട്ടണം. 12നോട് 4 കൂട്ടിയ എത്രയാണ്? 16. അപ്പോൾ വലിയ ചതുരത്തിൻ്റെ നീളവും വീതിയും നമുക്ക് കിട്ടിയല്ലോ. 19ഉം 16ഉമാണ്. അതിനെ പരസ്പരം ഗുണിക്കുക എങ്കിൽ ആ വലിയ ചതുരത്തിൻ്റെ വിസ്തീർണം കിട്ടും. 19 × 16 അതെത്രയാണ്? 6 എത്രയാണ്? 6 9 5 9 9 6 54. ബാക്കി 5. 6 1 6 5 11. 1 9 9 1 1 1. ഇതിനെ ചെയ്താൽ എത്ര കിട്ടും? 4 1 9 0. പിന്നെ ബാക്കി ഒന്നുണ്ട്. 1 1 2 1 3. 304 എന്ന് കിട്ടി. അപ്പോൾ പുതിയ ചതുരത്തിൻ്റെ അഥവാ വലിയ ചതുരത്തിൻ്റെ വിസ്തീർണം 304 ആണെന്ന് കിട്ടി. ഇതിൽ നിന്ന് ചെറിയ ചതുരത്തിൻ്റെ വിസ്തീർണം കുറക്കണം. അതെത്ര? 180. അത് കുറച്ചാൽ എത്ര കിട്ടും നമുക്ക്? 4ൽ നിന്ന് 0 കുറച്ചാൽ 4. 0ൽ നിന്ന് 8 കുറക്കാൻ പറ്റില്ല. അതുകൊണ്ട് 3ൽ നിന്ന് നമ്മൾ 1 അങ്ങോട്ട് എടുക്കും. അപ്പോൾ 10 ആവും. 10ൽ നിന്ന് 8 കുറച്ചാൽ 2. ഇവിടെ അപ്പോൾ 3ൻ്റെ സ്ഥാനത്ത് 2 ഉണ്ടാവും. അപ്പോൾ 2ൽ നിന്ന് 1 കുറച്ചാൽ 1. 124. 124 ചതുരശ്ര സെൻറ്റിമീറ്ററാണ്, ചതുരശ്ര മീറ്ററാണ് ഈ പാതയുടെ വിസ്തീർണം. ആ 124 എന്ന് ഏത് ഓപ്ഷനിലാണ് ഉള്ളത്? ഡി എന്ന ഓപ്ഷനിലാണുള്ളത്. അപ്പോൾ ഡി ആണ്, അഥവാ 124 ചതുരശ്ര മീറ്റർ എന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നമുക്ക് 2013 സെപ്റ്റംബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 1 പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. ചതുരാകൃതിയിലുള്ള ഒരു പുൽത്തകിടിക്ക് 8.3 മീറ്റർ നീളവും 6.3 മീറ്റർ വീതിയും ഉണ്ട്. പുൽത്തകിടിക്കുള്ളിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ 10 സെന്റിമീറ്റർ വീതിയിലുള്ള ഒരു നടപ്പാതയുണ്ട് എങ്കിൽ പുൽത്തകിടിയുടെ മാത്രം പരപ്പളവ് എത്രയാണ്? അപ്പോൾ ഇതാണ് പുൽത്തകിടി. ഇതിൻ്റെ നീളം 8.3 മീറ്ററാണ്, വീതി 6.3 മീറ്ററുമാണ്. പിന്നെ പറയുന്നു പുൽത്തകിടിക്കുള്ളിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ 10 സെന്റിമീറ്റർ വീതിയിലുള്ള ഒരു നടപ്പാതയുണ്ട്. അപ്പോൾ ഇതൊരു നടപ്പാത, ഇതിൻ്റെ ചുറ്റുമുണ്ട്, അതുപോലെ ഇതിൻ്റെ നടുവിലൂടെയുമുണ്ട് നടപ്പാത. ആ നടപ്പാതയുടെ വീതി എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. എന്താണ് ചോദ്യം? എന്താണ് എങ്കിൽ പുൽത്തകിടിയുടെ മാത്രം പരപ്പളവ് എത്ര? അഥവാ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ മാത്രം പരപ്പളവ് എത്ര എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നടപ്പാതയില്ല, ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ മാത്രം വിസ്തീർണം എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം നമ്മൾ ഈ വലിയ ചതുരത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാം. ശേഷം ഈ നടപ്പാതയുടെ വിസ്തീർണം കണ്ടുപിടിക്കാം. എന്നിട്ട് അവ തമ്മിൽ കുറക്കുക. എങ്കിൽ നമുക്ക് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ വിസ്തീർണം കിട്ടും. നമുക്കത് ചെയ്തു നോക്കാം. ആദ്യം വലിയ ചതുരത്തിൻ്റെ വിസ്തീർണം. അതിൻ്റെ നീളം എത്രയാണ്? 8.3, വീതി 6.3. അതിനെ ഗുണിച്ചാൽ എത്ര കിട്ടും? 3 3 9, 3 8 24, 3 6 18, ബാക്കി 1, 6 8 48, 1 49, 49 എന്ന് കിട്ടി. അപ്പോൾ 9 12 12 5. അപ്പോൾ 5229 എന്നാണ് കിട്ടുക. പോയിന്റ് 2 ഉണ്ടല്ലോ, അതുകൊണ്ട് 52.29. അതാണ് ഇപ്പോൾ ഈ വലിയ ചതുരത്തിൻ്റെ വിസ്തീർണം എന്ന് നമുക്ക് കിട്ടി. ഈ വലിയ ചതുരത്തിൻ്റെ വിസ്തീർണം 52.29 ആണ്. ഇനി നമുക്ക് ഈ നടവഴിയുടെ വിസ്തീർണം കിട്ടണം. അതെങ്ങനെ കാണും? അപ്പോൾ ഇതിങ്ങനെ ആകെ പരന്ന് കിടക്കുകയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ വിസ്തീർണം എങ്ങനെ കാണും? അതിന് നമുക്കൊരു സൂത്രവിദ്യ ചെയ്യാം. ആദ്യം ഈ ഭാഗത്തെ ഒരു ദീർഘചതുരമാക്കി മാറ്റുക. പിന്നെ അതാ ഈ ഭാഗത്തെയും ഒരു ദീർഘചതുരമാക്കി മാറ്റുക. പിന്നെ അതാ ഈ ഭാഗത്തെയും ഒരു ദീർഘചതുരാക്കി മാറ്റുക. എന്നിട്ട് അവയുടെ വിസ്തീർണം കാണാം. ശേഷം ഈ ഭാഗത്തെയും ഈ ഭാഗത്തെയും ഈ ഭാഗത്തെയും ദീർഘചതുരങ്ങളാക്കി മാറ്റിയിട്ട് അവയുടെ വിസ്തീർണം കാണുക.
എന്നിട്ട് അവയെ പരസ്പരം കൂട്ടിയാൽ മതി. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഈ ഭാഗത്തെ ഒരു ദീർഘചതുരാക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ക്ലോസ് ചെയ്തു, ഇവിടെയും ക്ലോസ് ചെയ്യുക, ഇവിടെയും ക്ലോസ് ചെയ്യുക. അപ്പോൾ എന്തായി? ഈ സൈഡ് ഒരു ദീർഘചതുരമായി മാറിയല്ലോ. യെസ്, ഈ ദീർഘചതുരത്തിൻ്റെ നീളം എത്രയാണ്? 6.3 ആണ്. ഇതിൻ്റെ വീതി എത്രയാണ്? ഈ നടപ്പാതയുടെ വീതി തന്നെയാണ് ഇതിൻ്റെ വീതി, അത് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നീളം 6.3 ആണ്, വീതി 10 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഇവിടെയും നമുക്ക് ചെയ്യാം. ഇവിടെയും ക്ലോസ് ചെയ്യാം, ഇവിടെയും ക്ലോസ് ചെയ്യാം, ഇവിടെയും ക്ലോസ് ചെയ്യണം, ഇവിടെയും ക്ലോസ് ചെയ്യണം. അപ്പോൾ എന്തായി? ഇതും ഒരു ദീർഘചതുരമായി. ഞാൻ വരച്ചിട്ട് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാകും, ക്ഷമിക്കുക. അപ്പോൾ ഇതും ഒരു ദീർഘചതുരമായി മാറി അല്ലേ? ഇതൊരു ദീർഘചതുരാണ്. അപ്പോൾ ആ ദീർഘചതുരത്തിൻ്റെ നീളം 6.3 ആണ്, വീതി 10 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ നമുക്കിതാ ഇവിടെയും ചെയ്യാം. ഇവിടെയും ക്ലോസ് ചെയ്യുന്നു, ഇവിടെയും ക്ലോസ് ചെയ്യുന്നു, ഇവിടെയും ക്ലോസ് ചെയ്യും. അപ്പോൾ ഇതൊരു ദീർഘചതുരമായി മാറി. അപ്പോൾ അതിൻ്റെയും നീളം 6.3 ആണ് അല്ലേ? ഈ ദീർഘചതുരത്തിൻ്റെ നീളം 6.3 ആണ്, വീതി അതുപോലെ ഈ നടപ്പാതയുടെ വീതി തന്നെയാണ് 10 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ വിസ്തീർണം നമ്മൾ ആദ്യം കാണുക. ഈ മൂന്നെണ്ണത്തിൻ്റെ ആദ്യം നമ്മൾ ഈ ഭാഗത്തുള്ളതിൻ്റെ വിസ്തീർണമാണ് കാണുന്നത്. അതെത്രയാണ്? അതിൻ്റെ നീളം 6.3 ആണ്, വീതി എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 6.3 മീറ്റർ ആണല്ലോ, മറ്റേത് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 1 മീറ്റർ മറ്റേത് സെൻറ്റിമീറ്റർ, അങ്ങനെ പരസ്പരം ഗുണിക്കാൻ പറ്റില്ല. അപ്പോൾ 10 സെൻറ്റിമീറ്റർ എന്നതിനെ നമുക്ക് മീറ്റർ ആക്കാം. അപ്പോൾ മീറ്റർ ആക്കുമ്പോൾ എന്താവും? 0.1 എന്നാവും. അപ്പോൾ 6.3നെയും 0.1നെയാണ് നമ്മൾ ഗുണിക്കുന്നത്. അപ്പോൾ എത്ര കിട്ടും? 0.63 എന്നാണ് കിട്ടുക. അപ്പോൾ ഇത് ഈ സൈഡിലുള്ള ഈ ദീർഘചതുരത്തിൻ്റെ വിസ്തീർണമാണ്. അപ്പോൾ ഇതിൻ്റെത് എത്ര ആയിരിക്കും? ഇതിൻ്റെതും അത് തന്നെയായിരിക്കും. കാരണം 6.3 ആണ് ഇതിൻ്റെയും നീളം, വീതി 10 സെൻറ്റിമീറ്റർ തന്നെയാണ്. അത് തന്നെയായിരിക്കും ഇതിൻ്റെയും വിസ്തീർണം. കാരണം ഇതിൻ്റെയും നീളം 6.3 തന്നെയാണ്, വീതി ഇതുപോലെ 10 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ ഇവ മൂന്നിൻ്റെയും വിസ്തീർണം 6.3 തന്നെയാണ്. അപ്പോൾ ഈ 0.63 ആണ്. അപ്പോൾ 0.63നെ നമ്മൾ ഗുണിക്കുക. 0.63നെ 3 കൊണ്ട് ഗുണിച്ചാൽ അവ മൂന്നിൻ്റേതും കൂടി കിട്ടും. 0.6. അപ്പം 3 3 9 3 6 18. 2 സ്ഥാനം അപ്പോൾ ഇവിടെ 1.89. 1.89 എന്നത് ഈ ഭാഗത്തിൻ്റെയും ഈ ഭാഗത്തിൻ്റെയും ഈ ഭാഗത്തിൻ്റെയും കൂടിയുള്ള വിസ്തീർണമാണ്, പരപ്പളവാണ്. കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭാഗത്തിൻ്റെയും ഈ ഭാഗത്തിൻ്റെയും ഈ ഭാഗത്തിൻ്റെയും വിസ്തീർണം കാണണം. ബാക്കി നടപ്പാതയുടെ ബാക്കിയുള്ള ഭാഗത്തിന് നമ്മൾ കണ്ടു. അപ്പോൾ അതെങ്ങനെയാണ് കാണുക? ഈ ഭാഗത്തിൻ്റെ വിസ്തീർണം എങ്ങനെയാണ് കാണുക? അതിന് നമ്മളിപ്പോൾ പ്രയോഗിച്ച അതേ ട്രിക്ക് തന്നെ പ്രയോഗിക്കാം. അതായത് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യുക, ഇവിടെയും ക്ലോസ് ചെയ്യുന്നു, ഇവിടെയും ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അതൊരു ദീർഘചതുരമായി മാറിയില്ലേ? ഈ ഭാഗം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, അതൊരു ദീർഘചതുരമായി. ഈ ഭാഗവും അപ്പോൾ ഈ ഭാഗവും ഇതൊരു ദീർഘചതുരമായി. ആ ദീർഘചതുരത്തിൻ്റെ നീളം എത്രയാണ്? ഇവിടെ 8.3 എന്ന് എഴുതിയത് കാണാം. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഭാഗത്തിൻ്റെ ഈ മൂലയുടെ വിസ്തീർണം നമ്മൾ കണ്ടിട്ടില്ലേ? കാരണം അത് ഇവിടെ കണ്ടപ്പോൾ ഇതും കൂടി അതിൽ ഉൾപ്പെട്ടിട്ടില്ലേ? ഉണ്ട്. അതുപോലെ ഇവിടെയും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇത് കണ്ടപ്പോൾ ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഈ ഭാഗത്തിൻ്റെ വിസ്തീർണം കണ്ടപ്പോൾ ഈ ഭാഗത്തിൻ്റെതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ നീളത്തിൽ നമ്മൾ കുറക്കണം. ഇവിടെ 10 സെൻറ്റിമീറ്റർ, ഇവിടെയും 10 സെൻറ്റിമീറ്റർ, ഇവിടെയും 10 സെൻറ്റിമീറ്റർ. അപ്പോൾ അത് നമ്മൾ ഈ നീളത്തിൽ നിന്ന് കുറക്കണം. 10 10 10 30 സെൻറ്റിമീറ്റർ കുറക്കണം. 8.3 മീറ്ററിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ കുറച്ചാൽ എത്രയാ? പിന്നെ 8 മീറ്റർ ഉണ്ടാവുക. അപ്പോൾ നീളം 8 മീറ്റർ ആണ് എന്ന് നമുക്ക് കിട്ടി. 8 മീറ്റർ. പിന്നെ ഇതിൻ്റെ വീതിയോ? വീതി നേരത്തെ പറഞ്ഞതുപോലെ 10 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഈ നടപ്പാതയുടെ വീതി 10 ആണല്ലോ. ഓക്കെ. അപ്പം ഇതേ കാര്യം തന്നെ നമ്മൾ ഇവിടെയും ചെയ്യണം. ഇവിടെയും നമ്മൾ ഇവിടെയും ക്ലോസ് ചെയ്യുന്നു, ഇവിടെയും ക്ലോസ് ചെയ്യുക,
ഇവിടെയും ക്ലോസ് ചെയ്യുന്നു, ഇവിടെയും ക്ലോസ് ചെയ്യുന്നു, ഇവിടെയും ക്ലോസ് ചെയ്യുന്നു, ഇവിടെയും ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അതൊരു ദീർഘചതുരായില്ലേ? അതുപോലെ ഇവിടെയും 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 ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ദീർഘചതുരമായി മാറി, ഇതും ഒരു ദീർഘചതുരമായി മാറി. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഭാഗത്തിൻ്റെ വിസ്തീർണം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഇതിൻ്റെതും കണ്ടിട്ടുണ്ട്, ഈ ഭാഗത്തിനും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തിൻ്റെ അത് നീളത്തിൽ നമ്മൾ കുറക്കണം. അഥവാ 8.3 8 മാറും. അപ്പോൾ നീളം 8. ഇത് തന്നെയാണ് ഇവിടെയും. അപ്പോൾ നീളം 8 സെൻറ്റിമീറ്റർ, വീതി 8 സെൻറ്റിമീറ്റർ അല്ല, 8 മീറ്റർ ആണ് കേട്ടോ. 10 സെൻറ്റിമീറ്റർ ആണ് വീതി. അപ്പോൾ അതിനെ നമ്മൾ 0.1 എന്ന് ആക്കി മാറ്റാം. 8. അപ്പോൾ ഇതിനെ ഗുണിച്ചാൽ എത്ര കിട്ടും? 0.8 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ മൂന്നിടത്തും 0.8 തന്നെയാണ് കിട്ടുക. ഇപ്പോൾ ഇവിടെ 0.8 ആണ് ഇതിൻ്റെ വിസ്തീർണം. അതുപോലെ ഇതിൻ്റെ വിസ്തീർണം 0.8 ആയിരിക്കും, ഇതിൻ്റെ വിസ്തീർണം 0.8 ആയിരിക്കും. അപ്പോൾ 0.8 നമ്മൾ 3 കൊണ്ട് ഗുണിക്കാം. 0.8 × 3. അപ്പോൾ 3 8 24 എന്ന് കിട്ടും, ഒരു പോയിന്റ് സ്ഥാനം. അപ്പോൾ 2.4 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ഈ ഭാഗത്തിൻ്റെ വിസ്തീർണം നമുക്ക് കിട്ടി. അപ്പോൾ 1.89 2.4 ഇവയെ പരസ്പരം കൂട്ടുക. 1.89 പ്ലസ് 2.4 ഇത് കൂട്ടിയാൽ എത്ര കിട്ടും? 9 12 പിന്നെ 4 അല്ലേ? 3 4 ബാക്കിയുള്ള 1. അപ്പോൾ 4.29. അപ്പോൾ എന്ത് കിട്ടി? ഈ നടപ്പാതയുടെ വിസ്തീർണം 4.29 ആണ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഈ 4.29നെ 52.29 നമ്മൾ കുറക്കണം. അപ്പോൾ കുറച്ചാൽ എത്ര കിട്ടും? അത് കുറച്ചാൽ നമുക്ക് 48 എന്നാ കിട്ടുക. അപ്പോൾ ഡി എന്ന ഓപ്ഷനാണ് ശരി അല്ലേ? 48 2 50 പിന്നെ 2.29 കൂടി ഉണ്ടാവും. അപ്പോൾ 4.29 അത് മനസ്സിൽ നമുക്ക് കണക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ 48 ആണ് ഉത്തരം കിട്ടുക. ഡി എന്ന ഓപ്ഷനാണ് ശരി, 48.